വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഏറ്റവും വലിയ വിജയം പ്രതീക്ഷിക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളിലൊന്നാണ് നേമം. തിരുവനന്തപുരം ജില്ലയിലെ നേമം നിയോജക മണ്ഡലം കേരളത്തിലാദ്യമായി BJP താമര വിരിയിച്ച മണ്ഡലങ്ങളിലൊന്നാണ്. ഒ രാജഗോപാൽ എന്ന BJPയുടെ കേരളത്തിലെ ഏറ്റവും സീനിയറായ നേതാവ് 2016 അട്ടിമറി വിജയത്തിലൂടെ അത്ഭുതം സൃഷ്ടിച്ച മണ്ഡലം. ആ മണ്ഡലത്തിൽ ഇക്കുറി മത്സരിക്കാനെത്തുന്നത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ്. രാജീവ് ചന്ദ്രശേഖറിന്റെ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ചന്ദ്രശേഖർ തൻ്റെ സ്വന്തം നിലയിൽ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. മണ്ഡലത്തിൽ ചുമരെഴുതി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ പ്രചരണത്തിന് തുടക്കമിട്ടത്. താഴേത്തട്ടിൽ പ്രവർത്തകർ, RSSന്റെ പ്രചാരകന്മാർ, RSSന്റെ പ്രവർത്തകർ ഒക്കെ തന്നെ പ്രവർത്തനത്തിന് ആരംഭം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പൊതുവെ BJPക്ക് അനുകൂലമായ ഒരു മണ്ഡലമാണ് നേമം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഏറ്റവും അധികം BJPക്ക് ഭൂരിപക്ഷം ലഭിച്ച നിയമസഭാ മണ്ഡലം കൂടിയാണ് നേമം നിയോജക മണ്ഡലം. 2016 8,000-ഓളം വോട്ടുകൾക്ക് ഒ രാജഗോപാൽ വിജയിച്ച മണ്ഡലം 2021 3,949 വോട്ടുകൾക്കാണ് BJPക്ക് നഷ്ടപ്പെട്ടത്. 2021 കുമ്മനം രാജശേഖരൻ എന്ന BJPയുടെ സാത്വികനായിട്ടുള്ള നേതാവാണ് ആ മണ്ഡലത്തിൽ മത്സരിച്ചത്. എന്നിട്ടും അവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും, അതായത് LDFും UDFും ചേർന്ന് നടത്തിയ ഒരു ഒത്തുകളിയുടെ ഫലമായി BJPക്ക് പരാജയം സമ്മതിക്കേണ്ടി വന്നു. 2016 UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച വ്യക്തിക്ക് കിട്ടിയത് 13,000-ലധികം വോട്ടുകൾ മാത്രമാണ്. എന്നാൽ 2021 ആയപ്പോഴേക്കും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി K മുരളീധരൻ നേമത്ത് രംഗപ്രവേശനം ചെയ്തു. മുരളീധരൻ 36,000-ഓളം വോട്ടുകൾ നേടി. അങ്ങനെ തൊട്ട് മുൻപത്തെ തവണത്തേക്കാൾ 23,000-ഓളം വോട്ടുകളാണ് K മുരളീധരൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് സമാഹരിച്ചത്. അതിൻ്റെ ഫലമോ BJP നേരിയ വോട്ടുകൾക്ക് പരാജയപ്പെടേണ്ടി വന്നു. എന്നാൽ ഇക്കുറി അതൊന്നും സംഭവിക്കുകയില്ല എന്നുള്ളതാണ് BJPയുടെ ആത്മവിശ്വാസം. ഒന്നാമത്, രാജീവ് ചന്ദ്രശേഖറിനെതിരെ മത്സരിക്കാൻ UDFൻ്റെയോ LDFൻ്റെയോ സ്ഥാനാർത്ഥികൾ സത്യത്തിൽ ഭയക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊന്ന്, നിലവിലെ MLAയും മന്ത്രിയുമായ V ശിവൻകുട്ടിയുടെ അനാരോഗ്യം തന്നെയാണ്. ശിവൻകുട്ടി ഒരിക്കൽ കൂടി മത്സരിച്ചാൽ നേമത്തെ വോട്ടർമാർ പഴയതുപോലെ ശിവൻകുട്ടിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കില്ല എന്ന് BJP പ്രവർത്തകർ വിശ്വസിക്കുന്നു. മറ്റൊന്ന്, രാജ്യത്ത് മോദി ഭരണത്തിന് കീഴിലുണ്ടായ നേട്ടങ്ങളുടെ ഒരു അനുകൂല ഘടകം അത് നേമത്ത് വീശും. ആ കാറ്റ് നേമത്ത് അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് BJP പ്രതീക്ഷിക്കുന്നത്. എന്തായാലും UDFന് K മുരളീധരനെ പോലെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി നേമത്തിക്കുറി വരാത്ത സാഹചര്യത്തിൽ BJP വിജയം ഉറപ്പിക്കുന്നു. ഭൂരിപക്ഷം 10,000-ന് മുകളിലേക്ക് എത്തുമെന്ന് തന്നെയാണ് BJPയുടെ കണക്കുകൂട്ടൽ.